ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എത്ര നാളായല്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഞാൻ നിങ്ങളെ ആരും മറന്നിട്ടില്ല കേട്ടോ. നാട്ടിലെത്തി കുറച്ചൊക്കെ ബിസി ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വ്ളോഗെന്ന് വെച്ചാൽ ഞാനും എൻ്റെ അമ്മച്ചിയും കൂടി ഒരു ദിവസം മൊത്തം എറണാകുളം കിടന്ന് കറങ്ങിയ എൻ്റെ ഒരു വ്ളോഗാണ്. So meet my Amachi. She is Bibin's mom, my mother-in-law, but she is my Amachi, whatever it is. അപ്പോൾ ഞാനും എൻ്റെ അമ്മച്ചിയും കൂടെ എൻ്റെ അമ്മച്ചിയുടെ 2-വീലറിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ 2-വീലറിൽ എറണാകുളം മുഴുവൻ കിടന്ന് കറങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതിനുള്ള ധൈര്യം എനിക്കും ഇല്ല, അമ്മച്ചിക്കും ഇല്ല. അപ്പോൾ അമ്മച്ചിയുടെ എൻ്റെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ബസ്സിൽ കയറിയാണ് എറണാകുളത്തോട്ട് പോകാൻ പോകുന്നത്. അപ്പം ഏകദേശം ഒരു 3.5 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ബസ്സും ഓട്ടോയും എല്ലാം മാറി മാറി കയറി ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ആദ്യമേ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ ഞങ്ങൾ കയറി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബസ്സിൽ കയറുന്നത്. അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അമ്മച്ചി ഇതുവരെ കയറിയിട്ടില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ. സോ ഇറ്റ് വാസ് സോ എക്സൈറ്റിംഗ് ഫോർ മീ ആൻഡ് അമ്മച്ചി. ഈ ബസ് ഇവിടെ വന്നിട്ട് പോത്തിട്ടാണോ? എടപ്പള്ളി പോകാന്നറിയാം. ഇത് പിന്നെ കാണുമ്പോ നമുക്ക് രസമായിരിക്കും. ഇപ്പൊ നമുക്ക് വലിയതൊന്നും തോന്നത്തില്ലേ? പിന്നെ കാണുമ്പോ ഞങ്ങളപ്പോൾ ആദ്യം പോകുന്നത് എൻ്റെ ഫ്രണ്ട് അനിലയെ കാണാനാണ് കേട്ടോ. അനിലയെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആൾക്കാർക്ക് പരിചയം ഉണ്ടായിരിക്കും. അനില എൻ്റെ കൂടെ അങ്ങ് US-ലുള്ളതാണ്. അനിലയും വേണ്ട കറക്റ്റ് സമയത്ത് ഞാൻ നാട്ടിൽ വന്ന സമയത്ത് തന്നെ അനിലയ്ക്ക് ഒരു ആവശ്യം ഉണ്ടായിട്ട് അനിലയും നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അമ്മച്ചിയും കൂടെ അനിലയെ കാണാൻ വേണ്ടിയുള്ള ആദ്യത്തെ യാത്രയല്ല, ആദ്യമേ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബസ്സില്ല അമൃതയിലോട്ട് യൂട്യൂബിൽ വരും. ഇത് പറട്ടെ. ഓ അങ്ങനെ ഞാൻ അവർക്ക് പൈസ കൊടുക്കണം. ഫ്രീ അല്ലേ? അല്ലെ ഒന്ന് തിരിച്ചു തരണം. സെപ്റ്റംബർ 8-ന് വരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒച്ചത്തിൽ പറ. സെപ്റ്റംബർ 8-ന് വരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കഴിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ കണ്ട്. പറഞ്ഞിട്ട് അമ്മച്ചി പറയുന്നുണ്ട് ക്യാമറ പോക്കുന്നത്. നമ്മളെവിടെ പോകുന്നതിന്? എവിടെ പോകുന്നത്? ഇങ്ങോട്ട് പറ. അനിലയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വേണ്ട ഫോറം മോളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലുലു മോളിൽ പോകാമെന്ന് പറഞ്ഞപ്പം അമ്മച്ചിക്ക് വലിയ താല്പര്യമില്ല. ലുലു മോൾ മുഴുവൻ കണ്ട് അമ്മച്ചി മടുത്തെന്നാണ് പറഞ്ഞത്. ഫോറം മോളിൽ അമ്മച്ചിയോട്ട് പോയിട്ടില്ല താനും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അമ്മച്ചിയും കൊണ്ട് നമുക്ക് ഫോറം മോളിൽ പോകാം. പണ്ട് ബാംഗ്ലൂർ ഫോറം മോളിൽ പോയതിൻ്റെ ഒരു ചെറിയൊരു മെമ്മറിയൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ ഫോറം മോളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഫോറം മോളിലായിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ പകുതി സമയവും ഞങ്ങൾ സ്പെൻഡ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്ത സമയത്ത് തന്നെ കുറേ പൈസയും വെറുതെ അവിടെ പൊടിച്ചു. അപ്പം ഞങ്ങൾക്ക് അവസാനം കുറച്ച് റിഗ്രറ്റൊക്കെ ഉണ്ടായിരുന്നു. കുറേ സമയവും കുറേ പൈസയൊക്കെ അവിടെ കളഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട്. ബട്ട് എനിവേ ഫോറം മോൾ വാസ് ഗുഡ്. ലുലു മോളിൻ്റെ അത്രയും ഭയങ്കര തിരക്കും ആൾക്കാരും ഒന്നുമില്ല. ആദ്യമേ ഞങ്ങൾ കയറിയത് ഈ കാണുന്ന H&M-ലാണ് കേട്ടോ. അമ്മച്ചിക്കൊരു ബാഗും പേഴ്സും വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ എങ്കിലും അമ്മച്ചിക്ക് അവിടുന്ന് പ്രത്യേകിച്ച് ബാഗോ പേഴ്സോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഞങ്ങൾ എന്താ പറയുന്ന അവിടെ കുറേ നേരം എല്ലാ കടയിലും, ഫോറം മോളിലെ ഏകദേശം എല്ലാ കടയിലും കുറേ നേരം കറങ്ങി കുറേ സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. US-ലാകുമ്പം എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഷോപ്പാണ് കേട്ടോ H&M. അവിടെ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ക്വാളിറ്റി ഡ്രസ്സൊക്കെ മേടിക്കാൻ കിട്ടും. ഇവിടുത്തെ H&M-ഉം അതിൽ സൂപ്പറാണ്. നല്ല സെലക്ഷൻ ഉണ്ട്. ബാഗിൻ്റെയൊക്കെ സെക്ഷനിൽ ഒത്തിരി ബാഗൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അമ്മച്ചിക്ക് എന്തോ ഇവിടുന്ന് മേടിക്കാൻ തോന്നിയില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കറങ്ങി ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അടുത്ത കടയിലോട്ട് പോയി. പിന്നെ ഞങ്ങൾ അടുത്ത പോയത് ലൈഫ് സ്റ്റൈലിൻ്റെ ഷോപ്പിലാണ് കേട്ടോ. ഈ കാണുന്നതാണ് ലൈഫ് സ്റ്റൈലിൻ്റെ ഷോപ്പ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയവും പൈസ എല്ലാം സ്പെൻഡ് ചെയ്ത് ഇവിടെയാണ്. അപ്പോൾ ഈ കാണുന്ന വെള്ളക്കുർത്തിയും മഞ്ഞക്കുർത്തിയൊക്കെ അമ്മച്ചി എടുത്തു, ഞാനും എടുത്തു കേട്ടോ.
ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ കുർത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരേപോലത്തെ കുർത്തിയൊക്കെ ഇട്ട് ഫോട്ടോയൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ അപ്പം ഞാൻ ഓർത്തില്ല. എനിവേ ഇനി അടുത്ത തവണ ആവട്ടെ, അടുത്ത തവണ ആവട്ടല്ലേ. അപ്പോൾ അമ്മച്ചി ഈ കുർത്തിയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് കാണുമെന്നല്ല, അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടു. ഒത്തിരി നമ്മൾ സെലക്ട് ചെയ്ത് അവസാനം എടുക്കുന്നതാണ് ഇതൊക്കെ. എനിവേ അത് വേണ്ട ബിൽഡിംഗ് സെക്ഷനിലെത്തിയപ്പോൾ അമ്മച്ചിക്ക് നെയിൽ പോളിഷ് വേണമെന്ന് പറഞ്ഞിട്ട് വേണ്ട അമ്മച്ചി നെയിൽ പോളിഷൊക്കെ ട്രൈ ചെയ്ത് നോക്കുവാണ്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് അമ്മച്ചിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ എനിക്ക് നാട്ടിൽ വന്നാൽ ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യമാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത്. അങ്ങ് US-ലാകുമ്പോൾ എനിക്ക് അത്രയ്ക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഏകദേശം അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ മടുത്തു. പിന്നെ നമ്മുടെ നാട്ടിലെ ഫുഡൊന്നും ഞാൻ എൻ്റെ മുന്നത്തെ വ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ നാട്ടിലെ ഫുഡൊന്നും ഇവിടെ കിട്ടുന്ന ഒരു ടേസ്റ്റിൽ അവിടെ ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ അമ്മച്ചി ഓർഡർ ചെയ്ത് ഈ ചിക്കൻ പ്ലാറ്റർ പല ടൈപ്പ് ഓഫ് ചിക്കനും, ഞാൻ ഓർഡർ ചെയ്ത് മന്തി റൈസ് ആൻഡ് അൽഫാമാണ് കേട്ടോ. നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എങ്ങോട്ടാണ് ഞങ്ങൾ പിന്നെയും പോയെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? ഞങ്ങൾ പിന്നെയും പോയത് ലൈഫ് സ്റ്റൈലിലോട്ടാണ് ഗൈസ്. യെസ്, ഏകദേശം ഞങ്ങളുടെ ജീവിതം മൊത്തം ഒരു ദിവസം മൊത്തം ലൈഫ് സ്റ്റൈലായിരുന്നു. അമ്മച്ചി പറഞ്ഞു ഇനി നമ്മളെവിടെ പോകുന്നു? ഇനി ബ്രോഡ്വേ കറങ്ങി ഇന്ന് ഫുള്ള് കറക്കമാണ്. ഞങ്ങളപ്പോൾ എറണാകുളം ബ്രോഡ്വേയിൽ എത്തിയപ്പം ഏകദേശം 5 മണിയൊക്കെ ആയി കേട്ടോ. പിന്നെ ബ്രോഡ്വേയിൽ എത്തിയ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഗൈസ്. ഇങ്ങനൊരു വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ ഞാൻ മറന്നുപോയി. അത് കാരണം ബ്രോഡ്വേയിലെ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലോ എന്ന്. അപ്പോൾ അമ്മച്ചി എന്നെ കളിയാക്കുവാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത അത്ര ആവേശമൊന്നും ഇപ്പോൾ ഇല്ലല്ലേ എന്ന്. തിരിച്ച് വീട്ടിൽ പോവാം. നമ്മൾ മൊത്തം ടയർഡായി തിരിച്ച് വീട്ടിൽ പോവാം. പോയ ആവേശമൊന്നും ഇല്ലല്ലോ. ഞാനങ്ങ് തളർന്ന് തരിപ്പണമായെന്ന് വേണേൽ പറയാൻ കേട്ടോ. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ബസ്സും ഓട്ടോയും നടത്തവും ഒക്കെ ആയിട്ടുള്ള ഇങ്ങനൊരു യാത്ര. അപ്പോൾ ഞാനങ്ങ് ഭയങ്കര ടയർഡായി. ഇനി എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം രാവിലെ പോയതിൻ്റെ ഒരു ആവേശമൊന്നും ഇപ്പോൾ ഇല്ല. എന്നിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ. പാവം എൻ്റെ അമ്മച്ചി തന്നെ എനിക്ക് നാരങ്ങ വെള്ളം ഇട്ട് തരുവാണ്. ഇന്നത്തെ യാത്രയിൽ മൊത്തം ഞങ്ങളൊരു 3-4 നാരങ്ങ വെള്ളം കടയിൽ നിന്ന് കുടിച്ചു. പക്ഷേ എന്നിട്ട് തിരിച്ച് വീട്ടിൽ എത്തിയിട്ട് ദാഹിച്ചിട്ട് വയ്യായിരുന്നു കേട്ടോ. അമ്മച്ചി പിന്നെ പെട്ടെന്ന് തേണ്ട ഡ്രസ്സ് പോലും മാറാണ്ട് എനിക്ക് ഓടി വന്ന് നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് തന്നു. പിന്നെ തേണ്ട അമ്മച്ചി പതിവായിട്ട് കാണുന്ന ഏതോ സീരിയലൊക്കെയാണ് കേട്ടോ. അമ്മച്ചി അത് ഇടയ്ക്ക് ഇച്ചിരി സീരിയലൊക്കെ കണ്ടു. എന്നിട്ട് ഞാൻ തേണ്ട ഇന്ന് ഞാൻ കുടിച്ച നാരങ്ങ വെള്ളത്തെ കടയിൽ നിന്ന് പുറത്ത് കുടിച്ച നാരങ്ങ വെള്ളത്തേനെക്കാട്ടിലൊക്കെ എത്രയോ നല്ല നാരങ്ങ വെള്ളമായിരുന്നു ഇത്. അപ്പം ഇന്നത്തെ ഈ ദിവസം എനിക്ക് അമ്മച്ചിയുടെ കൂടെയുള്ള ഒരു വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അമ്മച്ചിക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം ഐ ഹാഡ് എ ഗുഡ് ടൈം വിത്ത് അമ്മച്ചി. പിന്നെ ഇതപ്പം അടുത്ത ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ ആലപ്പുഴയിലോട്ട് പോവാണ്. അപ്പോൾ അമ്മച്ചി എൻ്റെ കൂടെ ഓട്ടോയിൽ എന്നെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാക്കാനായിട്ട് വരുവാണ്. ബാഗൊക്കെ ഇല്ലേ, ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മച്ചിയും പാവം എൻ്റെ കൂടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ വന്നു കേട്ടോ. ഞാനിപ്പോൾ ഉള്ള എറണാകുളം സൗത്തിലാണ്. എറണാകുളം സൗത്തിൽ നിന്ന് എനിക്ക് ആലപ്പുഴയ്ക്കാണ് പോകാനുള്ളത്. ഇപ്പോൾ 8:30 8:50 എൻ്റെ ട്രെയിൻ. അമ്മച്ചി അപ്പോൾ തിരിച്ച് അമ്മച്ചി ഇനി കല്ലൂര് പള്ളി പോകാമെന്നാണ് പറഞ്ഞത്. കല്ലൂരിൽ ചൊവ്വാഴ്ച. അപ്പം കല്ലൂര് പള്ളിയിൽ നൊവേനയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ വന്ന ഓട്ടോയിൽ തന്നെ പോയിട്ട് പള്ളിയിൽ പോയിട്ട് എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകും. സോ ദാറ്റ്സ് ഇറ്റ്. ഇനിയിപ്പോൾ ഞാൻ പിന്നെ ഞാൻ ട്രെയിൻ കയറുന്നവിടെ കാണിക്കാം അല്ലേ. ഇത്തവണത്തെ എൻ്റെ ട്രിപ്പിൽ ട്രെയിനിൽ കയറുന്നത് ഞാൻ കാണിച്ചില്ലല്ലോ എന്നല്ല, എനിക്ക് തന്നെ കാണാനായിട്ട്. ഇവിടുത്തെ ട്രെയിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല സുപരിചിതമായിരിക്കുമല്ലോ, ഞാൻ കാണിച്ചേണ്ട കാര്യമില്ലല്ലോ. അപ്പം കുറേ നാൾ കൂടിയാണ് കേട്ടോ ഞാൻ ട്രെയിനിൽ കയറാൻ പോകുന്നത്. എനിക്കൊന്നൊരു കഴിഞ്ഞ തവണ വന്നപ്പോഴൊന്നും ഞാൻ ട്രെയിനിൽ കയറിയില്ല. ആഫ്റ്റർ 3.5 years ഞാൻ ട്രെയിനിൽ കയറാൻ പോകുന്നത്. പണ്ട് ട്രെയിൻ യാത്രയൊക്കെ സ്ഥിരമായിരുന്നു. ഞാൻ ആലപ്പുഴ തിരുവനന്തപുരം പോകുമ്പം സ്ഥിരം ട്രെയിനിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഒത്തിരി നാൾ കൂടി ഞാനിവിടുത്തെ ട്രെയിൻ കയറാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ സ്റ്റെപ്പ് ഒന്ന് ഇറങ്ങട്ടെ കേട്ടോ. ഇപ്പോൾ ഇവിടെ ആലപ്പുഴ ഓൺ ടൈം പ്ലാറ്റ്ഫോം നമ്പർ 4 ഞാൻ വന്നിരിക്കുന്നത്. 22369 ഇതാണ് എൻ്റെ ട്രെയിൻ. ആലപ്പുഴ എക്സ്പ്രസ്, ആലപ്പി എക്സ്പ്രസ്.
നമുക്കിവിടെ ഇരിക്കാം. ട്രെയിൻ വരാറായി കേട്ടോ. ഒരു 5 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 4 വരും. ആനയ്ക്ക് സംഭാവന ഇതൊക്കെ കേട്ട് എത്ര നാളായല്ലേ. ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ ട്രെയിനിൽ കയറി എല്ലാം സെറ്റായി. ഇനി എനിക്കൊരു 2 hours യാത്രയുണ്ട്. 8:45 ട്രെയിൻ, അല്ല 8:50 തൊട്ട് 10:40 ആകുമ്പോൾ ഞാൻ ആലപ്പുഴയെത്തും. സോ പഴംപൊരി വടയൊക്കെ വരുന്നുണ്ട്. ആദ്യം ഇപ്പം എനിക്കൊന്നും മേടിക്കാൻ തോന്നുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാനിപ്പോൾ ഇരുന്നിട്ട് ഞാൻ 2-3 വ്ളോഗൊക്കെ എടുത്തായിരുന്നു കുറച്ച് ദിവസം മുന്നേ. അതൊക്കെ എഡിറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെന്താ, പിന്നൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാറ്റ ബൈ ബൈ. പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ എനിക്ക് ട്രെയിൻ ഇറങ്ങി കഴിയുമ്പം അപ്പോഴും ബാക്കിയും കൂടെ കാണിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ അപ്പം നിങ്ങളെ എൻ്റെ കൂടെ തിരിച്ചു കൂട്ടുന്നതായിരിക്കും. സോ until then you stay tuned. നമ്മുടെ ആലപ്പുഴ എത്താറായി കേട്ടോ. ഇനിയിപ്പോൾ ആലപ്പുഴ എത്തിയിട്ട് എനിക്ക് ഭയങ്കര പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. കാഴ്ചകളൊന്നും തന്നെ കാണിച്ചു തരാനില്ല. ഞാൻ ഒരു ഓട്ടോ പിടിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകും. ഞാൻ വിചാരിച്ചു ട്രെയിനിൽ ഇരിക്കുമ്പം നമ്മുടെ പഴംപൊരി ചേട്ടൻ ഒന്നുകൂടെ വരുമായിരിക്കുന്നത്. പക്ഷേ പഴംപൊരി ആൾക്കാരൊന്നും ഇതുവരെ വന്നില്ല. അപ്പോൾ എനിക്കത് കഴിക്കാൻ പറ്റിയില്ല. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ട്രെയിനിൽ ഇരുന്ന് എന്തെങ്കിലും പഴംപൊരിയും കൂടെ കഴിക്കണമെന്ന്. പഴംപൊരിയോ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ പണ്ടത്തെ പോലെ കഴിക്കണമെന്ന്. പക്ഷെ അത് നടന്നില്ല. ആദ്യമേ നമ്മൾ ട്രെയിനിൽ കയറിയപ്പം ഒരാൾ വന്നായിരുന്നല്ലോ, അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആഗ്രഹം വന്നെങ്കിലും ചേട്ടൻ വന്നില്ല, പഴംപൊരി ചേട്ടൻ വന്നില്ല. അപ്പോൾ അത് നടന്നില്ല. സോ എനിവേ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നലെ അമ്മച്ചിയുടെ കൂടെ തുടങ്ങിയ വ്ളോഗാണ്. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ തിരിച്ചെത്തും. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനിയത്തെ എൻ്റെ വ്ളോഗ് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും നാട്ടിൽ നിന്ന് എന്തെങ്കിലും വ്ളോഗ് വരുന്നുണ്ട് ഗൈസ്, വരുന്നുണ്ട്. നാളെ എൻ്റെ ഫ്രണ്ട് രജിത വരുന്നുണ്ട്. അപ്പോൾ അവളുടെ കൂടെ എന്തായാലും ഞാനൊരു വ്ളോഗ് എടുക്കും. അപ്പോൾ ആ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇവിടെ ഒരു കുട്ടി കൊച്ചുണ്ട് കേട്ടോ, അവൻ ബഹളമാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ടിൽ ദെൻ യു ഓൾ ടേക്ക് കെയർ. ബൈ ബൈ.